വിദ്യാർത്ഥികളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഡിഗ്രിക്ക് ശേഷം ഇനി എന്ത് ചെയ്യണം, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മളെ അലട്ടുന്നുണ്ടായിരിക്കും. അതിനെക്കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. ആർക്കും ഒരിക്കലും ഈ വഴി പോയാൽ മാത്രമാണ് വിജയം കൈവരിക്കാൻ സാധിക്കൂ എന്ന് പറയാനൊന്നും പറ്റില്ല. ചില ഐഡിയാസ് ഷെയർ ചെയ്യുന്നു, ചില എക്സ്പീരിയൻസ് എക്സ്പ്ലോർ ചെയ്യുന്നു. അങ്ങനത്തെ രീതിയിൽ മാത്രം എടുത്താൽ മതി. ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അനുയോജ്യമാണെങ്കിൽ ഇത് ഫോളോ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സ് എന്താണോ പറയുന്നത് അതിനനുസരിച്ച് പോവുക. കാരണം ജീവിതം നമ്മുടേതാണ്. പാരൻസിന് പോലും പല സമയത്തും പറയുന്ന കാര്യങ്ങൾ തെറ്റിപ്പോകാം. കാരണം അവരുടെ ഒരു രീതിയല്ല ചിലപ്പോൾ ഇത് കേൾക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഉണ്ടാവുക. എനിക്ക് തോന്നുന്നു പണ്ട് പാരൻസ് പറഞ്ഞത് അതേപോലെ ഫോളോ ചെയ്യുന്ന മക്കളായിരുന്നു കൂടുതലെങ്കിൽ ഇന്ന് കുറച്ചും കൂടി പാരൻസ് എന്ത് ചെയ്യുന്നുണ്ട്, കുട്ടികളുടെ ആഗ്രഹങ്ങൾക്ക് വഴി കൊടുക്കുന്നുമുണ്ട്, കുട്ടികളത് എക്സ്പ്ലോർ ചെയ്യുന്നുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. നമുക്കൊരിക്കലും ഈ വഴിയിൽ കൂടി പോയാൽ മാത്രമാണ് വിജയം കൈവരിക്കാൻ പറ്റൂ എന്ന് എവിടെ എഴുതി വയ്ക്കാനോ തെളിയിക്കാനോ സാധിക്കില്ല. ആര് പറഞ്ഞു തന്നാലും, അതിപ്പോൾ വീട്ടുകാരാണെങ്കിലോ നാട്ടുകാരാണെങ്കിലോ മനസ്സ് പറയുകയാണെങ്കിലോ നിങ്ങൾക്കത് സ്റ്റിക്ക് ഓൺ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ വഴിയുമായി മുന്നോട്ട് പോകുന്നതാണ് നല്ലത്. ഇനി കാര്യത്തിലേക്ക് വരാം. ഡിഗ്രിക്ക് ശേഷം എന്തൊക്കെ ചെയ്യാമെന്ന് ചോദിക്കുകയാണെങ്കിൽ ഓഫ് കോഴ്സ് കുറേ അധികം കോഴ്സുകൾ അവൈലബിൾ ആണ്. നിങ്ങൾക്കത് സാധിക്കുന്നുണ്ടോ, നിങ്ങൾക്കത് പഠിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും തരത്തിലുള്ള ഉപകാരങ്ങളുണ്ടോ എന്ന കാര്യം നിങ്ങൾ ആദ്യം ചിന്തിക്കണം. എൻ്റെ ഫ്രണ്ട്സ് ഈ കോഴ്സിന് ചേർന്നു, എൻ്റെ റിലേറ്റീവ്സ് ആ കോഴ്സിന് ചേർന്നു, അതുകൊണ്ട് ഞാനും ചേരുകയാണ് എന്നുള്ള ക്ലീഷേ ഏർപ്പാടുകളൊക്കെ ആദ്യം തന്നെ നിങ്ങൾ അവസാനിപ്പിക്കണം. നിങ്ങൾക്ക് പറ്റാവുന്ന കാര്യം മാത്രം ഏറ്റെടുത്താൽ മതി, പഠിച്ചു പോയാൽ മതി. ഒന്നാമത്തെ ഓപ്ഷൻ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡിഗ്രി കഴിഞ്ഞാൽ PGക്ക് ചേരാം. താല്പര്യമുണ്ടെങ്കിൽ ചേർന്നാൽ മതി. അതിപ്പോൾ ഡിഗ്രി കഴിഞ്ഞാൽ PGക്ക് ചേരണം, PG കഴിഞ്ഞാൽ MPhilോ അത് PhDക്ക് ചേരണം. അങ്ങനെയുള്ള യൂഷ്വൽ ക്ലീഷയായിട്ട് പോകേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ എനിക്ക് കുറച്ചും കൂടി പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, PGക്ക് പോവാം. അതിപ്പോൾ റെഗുലറായിട്ടോ ഡിസ്റ്റൻസ് ആയിട്ടോ പഠിക്കാം. അത് യൂണിവേഴ്സിറ്റി തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിച്ച് തിരഞ്ഞെടുക്കുക. ആ യൂണിവേഴ്സിറ്റിക്ക് വാലിഡിറ്റി ഉണ്ടോ, അഫിലിയേറ്റഡ് ആണോ എന്ന കാര്യം ശ്രദ്ധിക്കുകയാണെങ്കിൽ അതൊക്കെ. ഇനി നിങ്ങൾക്ക് പ്രൊഫഷണൽ കോഴ്സ് പഠിക്കാനാണ് താല്പര്യമെങ്കിൽ ഇപ്പോൾ BCom BBA ഒക്കെ ആണെങ്കിൽ ACC ഉണ്ട്, CMA ഉണ്ട്, ദെൻ CA ഉണ്ട്, തുടങ്ങിയ പലതരത്തിലുള്ള കോഴ്സുകളുണ്ട്. ഒരു കാര്യം ഓർക്കുക, ചുരുങ്ങിയ വർഷം കൊണ്ട് എനിക്ക് പാസ്സാവാനും അതുവഴി ലക്ഷ്യങ്ങൾ സമ്പാദിക്കാനും പറ്റുന്ന പ്രൊഫഷണൽ കോഴ്സുകളാണ് ഇതെന്ന് വിചാരിച്ച് നിങ്ങൾ പോകരുത്. അത്യാവശ്യത്തിൽ അധികം പഠിക്കാനുണ്ട്, ക്ഷമ വേണം, പിന്നെ ഈ സോഷ്യൽ ലൈഫിൽ നിന്നൊക്കെ മാറി നിൽക്കേണ്ടി വരും. അങ്ങനെയുള്ള കാര്യങ്ങൾ ആദ്യം മനസ്സിൽ ഉറപ്പിച്ച് മാത്രമേ ഇങ്ങനെയുള്ള കോഴ്സുകൾ ചേരാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ചേർന്നാൽ പൈസ മാത്രമേ പോവുള്ളൂ, നമ്മൾ ജയിക്കില്ല. BComന് ശേഷം ഈ കോഴ്സിന് ചേർന്ന് കഴിഞ്ഞാൽ 2-3 വർഷത്തിനുള്ളിൽ ആ കോഴ്സ് കംപ്ലീറ്റ് ആയ ലക്ഷങ്ങളാണ് സമ്പാദിക്കാൻ പറ്റുന്നത്. 150-ലധികം രാജ്യങ്ങളുമായി ടൈപ്പുള്ള ഈ കോഴ്സിന് ജോലി കിട്ടാനും വളരെയധികം സാധ്യത കൂടുതലാണെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ കണ്ണൊക്കെ തള്ളും. യഥാർത്ഥത്തിൽ ആ 2-3 വർഷം എന്ന് പറയുന്നത് തോറ്റു പോവാതെ ജയിച്ച് പഠിക്കുന്നവർക്കാണ് 2-3 വർഷത്തിനുള്ളിൽ ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാത്തവർ വീണ്ടും എഴുതിക്കൊണ്ടിരിക്കേണ്ടി വരും. ഓരോ പരീക്ഷയ്ക്കും ഓരോ പേപ്പർ ജയിക്കണമെങ്കിലും അത്യാവശ്യം പൈസ കൊടുക്കണം, ട്യൂഷൻ ഫീസ് വേറെ. അപ്പോൾ അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട്. രണ്ടാമതായി ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം പ്രൊഫഷണൽ കോഴ്സിനെ ജോയിൻ ചെയ്യാം. മൂന്നാമത്തെ ഓപ്ഷൻ എന്തെന്ന് ചോദിക്കുകയാണെങ്കിൽ PSC, SSC, UPSC തുടങ്ങിയ ഗവൺമെൻറ് ഓറിയൻറ്റഡ് പരീക്ഷകൾക്ക് എന്ത് ചെയ്യാം, നമുക്ക് കോച്ചിങ്ങിന് പോകാം. പല വിദ്യാർത്ഥികൾക്ക് ഒരു തോന്നലുണ്ട്, ഗവൺമെൻറ് സർവീസിൽ കയറി കഴിഞ്ഞാൽ വെറുതെ ഇരിക്കാം, ലീവ് എടുക്കാം, അടിച്ചു പൊളിക്കാം. അങ്ങനെ ചെയ്യുന്നവരുണ്ട്, ചെയ്യാത്തവരുണ്ട്. പക്ഷേ പണ്ടത്തെ പോലെയല്ല, കിട്ടാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്, കോമ്പറ്റീഷൻ വളരെയധികം കൂടുതലാണ്. ഇപ്പോൾ ഇന്ന് നടക്കുന്ന നീറ്റ് എക്സാമിന് 22.5 ലക്ഷം പേരാണ് എഴുതുന്നത്. അതിൻ്റെ പകുതിയൊക്കെ വരും ഓരോ പരീക്ഷകൾ നമ്മുടെ കേരളത്തിൽ എഴുതാണെങ്കിൽ. സെൻട്രൽ ലെവൽ എക്സാമിനേഷൻ എഴുതാണെങ്കിൽ, SSC, UPSC തുടങ്ങിയുള്ള പരീക്ഷകൾ എഴുതാണെങ്കിൽ കേരളത്തിൻ്റെ ഇരട്ടിയായിരിക്കും അപ്ലിക്കൻസ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് അതിൽ മാത്രം ഫോക്കസ് ചെയ്യുക. 2-3 വർഷം അതിൽ മാത്രം ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനൊരു മറുപടി കിട്ടുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. നാലാമതായി നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ 6 മാസത്തിൻ്റെ അല്ലെങ്കിൽ 1 വർഷത്തിൻ്റെ ഡിപ്ലോമ കോഴ്സുകളൊക്കെ അവൈലബിൾ ആയിരിക്കും. ചിലപ്പോൾ നിങ്ങൾ ഡിഗ്രിക്കോ അല്ലെങ്കിൽ ഫർദർ സ്റ്റഡീസിനോ പഠിക്കാൻ പോകാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊന്നും ആവില്ല അതിൽ പഠിപ്പിക്കുന്നുണ്ടാവുക. പക്ഷെ നിങ്ങൾക്കത് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെയാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ കാര്യങ്ങൾ പഠിക്കാൻ നിങ്ങൾ മറക്കരുത്. പലപ്പോഴും പല ആൾക്കാരെ നമ്മൾ കാണാറുണ്ട്, അവർ പഠിച്ചതൊരു വിഷയം, എന്നാൽ ജോലി ചെയ്യുന്നത് വേറൊരു വിഷയമാണ്, സന്തോഷം തരുന്നത് വേറൊരു വിഷയത്തിലേക്കാണ് അവരെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ തന്നെ ആവണമെന്നില്ല ജീവിതത്തിൽ നമ്മൾ കൊണ്ടുപോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ അലട്ടുന്നുണ്ടെങ്കിൽ ആ കോഴ്സുകൾ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക.
അതിൽ എന്തായാലും നമുക്ക് വിജയം ഉണ്ടായിരിക്കും. പെട്ടെന്ന് തന്നെ ഒരു വിജയം ഉണ്ടാകണമെന്നില്ല. ഇന്നലെ വെച്ച വാഴയ്ക്ക് ഇന്ന് കൊല വേണമെന്ന് വാശി പിടിക്കാൻ സാധിക്കില്ല. ഇന്ന് കാണുന്ന പല മഹാത്മാരും പല സെലിബ്രിറ്റീസും ലോകം അറിയുന്ന ആൾക്കാരായി മാറിയത് ഒറ്റ ദിവസം കൊണ്ടല്ല. അവരുടെ കണ്ടിന്യൂസ് ആയിട്ടുള്ള പെർസീവറൻസ്, ഡിസിപ്ലിൻ, ഡിറ്റർമിനേഷൻ, അങ്ങനെ പല കാര്യങ്ങളടങ്ങി കുറേ വർഷത്തിൻ്റെ അവരുടെ തയ്യാറെടുപ്പിൻ്റെ ഫലമായിട്ടാണ് അവരെ മറ്റുള്ളവർ തിരിച്ചറിയുന്നതും അവർക്ക് കുറേയധികം കോൺട്രിബ്യൂഷൻ സൊസൈറ്റിക്ക് കൊടുക്കാനും സാധിക്കുന്നത്. അവസാനമായി നിങ്ങളോട് പറയാനുള്ളത്, മറ്റുള്ളവരെ കമ്പയർ ചെയ്യാതിരിക്കുക. അവർ ആ കോഴ്സ് ചേർന്നതുകൊണ്ട് ഞാനും ചേർന്നു, പക്ഷെ അവർ ജയിച്ചു, ഞാൻ തോറ്റു റിസൾട്ട് വന്നപ്പോൾ. അങ്ങനെ പറയാതിരിക്കണമെങ്കിൽ നിങ്ങളുടെ മനസ്സിന് ഒതുങ്ങുന്ന രീതിയിലുള്ള കോഴ്സുകൾ ഉണ്ടെങ്കിൽ അത് ആദ്യം സെലക്ട് ചെയ്യുക. അങ്ങനെ അറിയാനുള്ള പല കാര്യങ്ങളും ഇന്ന് അവൈലബിൾ ആണ്. കരിയർ ഗൈഡൻസിൻ്റെ പല കോഴ്സുകളും പല പ്രോഗ്രാമുകളും അവൈലബിൾ ആണ്. നിങ്ങൾ ആ ക്ലാസ്സുകൾ കേൾക്കുക. യൂട്യൂബ് പല വീഡിയോസ് ഇറക്കുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഓക്കെ ആയിരിക്കും. അല്ലാതെ പൊട്ടൻ ചന്തയ്ക്ക് പോണ പോലെ പോകാൻ നിങ്ങൾ ഇടവരുത്തരുത്. ഇത് പണ്ടത്തെ കാലമൊന്നുമല്ല. കുറേ പഠിക്കുന്നതിലല്ല കാര്യം, പഠിച്ച കാര്യങ്ങൾ നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യാനും എക്സിക്യൂഷൻ നടത്തി അതിൽ നിന്ന് പൈസ സമ്പാദിക്കുന്ന ആൾക്കാരെയാണ്, അല്ലെങ്കിൽ ഒരു കല സ്വായത്തമാക്കിയതിൽ സന്തോഷിക്കുന്ന ഒരു കണ്ടൻമെൻറ്റ് കിട്ടുന്ന ഒരു ജനതയെയാണ് നമുക്ക് വേണ്ടത്. അല്ലാതെ ഫ്രസ്ട്രേഷൻ അടിച്ച് ഡിപ്രഷൻ അടിച്ച് പലതരത്തിലുള്ള ലഹരിയുമായി മുന്നോട്ട് പോയി ജീവിതം തകർക്കുന്ന രീതിയിലായി നശിക്കാനല്ല നമ്മുടെ ജീവിതം. പനിക്കും ഷുഗറിനും കൊളസ്ട്രോളിനും ഒക്കെ മരുന്ന് വാങ്ങി കഴിക്കുന്നത് പോലെ ഡിപ്രഷനും മരുന്ന് വാങ്ങി കഴിക്കുന്ന ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ അതിനെതിരെ നങ്കൂരമിട്ട് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. ഇതുമായി റിലേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അത് മറ്റുള്ളവർക്ക് ഉപകാരമായിരിക്കും, പ്രത്യേകിച്ച് ഇത് കാണുന്ന വിദ്യാർത്ഥികൾക്ക്. കൂടാതെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതെല്ലാവർക്കും ഉപകാരമായിരിക്കും. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.